ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കേംബ്രിഡ്ജിലേക്കുള്ള യാത്രയിലാണ്. തിരക്കുള്ളൊരു പ്രഭാതത്തിൽ ലണ്ടൻ നഗരവീഥിയിലൂടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത്, ഷാരൂഖ് ഖാൻ ഒരു സിനിമയിൽ ഈ സ്റ്റെപ്പിൽ നിന്നൊരു ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഷാരൂഖ് ഖാൻ്റെ ഐക്കോണിക് സ്റ്റെപ്പില്ലേ, അതിവിടെ കാണാം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, നമുക്ക് സമയമില്ല നോക്കാൻ, അതുകൊണ്ടാണ് ഞങ്ങൾ പോവുകയാണ്. ഇത് കയറി ചെല്ലുമ്പോൾ വലിയൊരു മാളാണ്. ഞാൻ അപ്പുറത്തൂടെ വരാം. ഗൈസ്, ഇത് UK സെക്കൻഡ് ലാർജസ്റ്റ് മാളാണ്. വെസ്റ്റ്ഫീൽഡ് മാൾ എന്ന് പറയും. ഫസ്റ്റ് ലാർജസ്റ്റ് ബർമിംഗ്ഹാമിലാണ്. തേർഡ് വൺ ഞങ്ങൾ താമസിക്കുന്ന കൗണ്ടിയിൽ, കെൻഡിലാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് കിലോമീറ്ററുകളോളം കിടപ്പുണ്ട് ഈ മാള്. ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുന്നു. ഈ കാണുന്നത് ഹോർപ്പസ് ക്ലോക്കാണ്. അതായത് ഒരു ഗ്രാസ് ഹോപ്പർ ചലിപ്പിക്കുന്ന ക്ലോക്ക്. ഗ്രാസ് ഹോപ്പറിന് നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പറയാറില്ലേ, പണം കൊണ്ടുവരാൻ വരുമെന്ന്. അത് മാത്രമല്ല, ക്ലോക്കും ഓടിക്കാൻ പറ്റും എന്നിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നു. അവിടെ ആ ക്ലോക്കിലൊരു പ്രത്യേകതയുണ്ട്. വരാൻ പോകുന്ന ആ ടൈമിൽ അവിടെ മാത്രം ഒരു ബ്ലൂ ലൈറ്റ് കത്തിയിരിക്കും. വേറെ ഹാൻഡിൽസ് ഒന്നുമില്ല. വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്ലോക്ക്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓടുന്നൊരു ക്ലോക്ക്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ വീഥികളിലാണ്. ഈ കാണുന്നതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്സ് ആണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ക്യാമ്പസിനെ നമ്മൾ എടുത്തു നോക്കുക, ഒരു 2 കൂടിപ്പോയാലൊരു 10 ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു കെട്ടിടം, അല്ലെങ്കിൽ പല കെട്ടിടങ്ങളാണ് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ 1829 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ഇതിലും 100 വർഷത്തെ കൂടുതൽ പഴക്കമുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇത് സെക്കൻഡ് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. എൻ്റെ ഒരു സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അറ്റ്ലീസ്റ്റ് കാണുകയെങ്കിലും ചെയ്യുക എന്നുള്ളത്. മക്കളെ പഠിപ്പിക്കുക എന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്. മക്കളെ പറ്റിയില്ല, ഇനി ഗ്രാൻഡ് ചിൽഡ്രനെങ്കിലും പഠിപ്പിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വാഹനങ്ങളൊന്നും ഇവിടെ ഈ തെരുവിലൂടെ ഓടാറില്ല. സൈക്കിൾസ് മാത്രമേ ഉള്ളൂ. സൈക്കിളാണ് ഇവിടെ കൂടുതലും. കുട്ടികൾ, സ്റ്റുഡൻസ് എല്ലാം സൈക്കിളിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. സുവോളജി, ബോട്ടണി, ആന്ത്രോപോളജി, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, ലാംഗ്വേജിൻ്റെത്, ഫോണിക്സിൻ്റെ ക്ലാസ് റൂംസ്, ഒരുപാട് സകല ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ്റെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ്, ഇവരൊക്കെ ഇവിടെ പഠിച്ചതാണ്. രാമാനുജൻ, പിന്നെ വേൾഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഐസക് ന്യൂട്ടൺ, പിന്നെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസ്. ആ ക്ലോക്ക് ഉദ്ഘാടനം ചെയ്തത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ ക്ലോക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. ഇവിടെ ഇപ്പോൾ തിരക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ സമ്മർ വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും വർക്കിങ്ങിലല്ല. വിസിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മളിനി ഇതിനകത്ത് കയറി സുവോളജി മ്യൂസിയം ഉണ്ട്, ആന്ത്രോപോളജി മ്യൂസിയം ഉണ്ട്, അങ്ങനെ ബോട്ടണി മ്യൂസിയം ഉണ്ട്, എല്ലാ മ്യൂസിയംസും ഇതിലുണ്ട്. നമുക്ക് അകത്ത് കയറി കാണാം. ഒരു ഹാരി പോട്ടർ ഫീലിംഗ് തോന്നുന്നുണ്ടോ ഇവിടെ നിന്നപ്പോൾ? അതിൻ്റെ അകത്തൊരു മൂങ്ങയുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര് കണ്ടോ? ഒറ്റ ബിൽഡിങ്ങിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഇത് മാത്രം. ഇനി ഇത് ആകെ ഒരു ആന്ത്രോപോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ മാത്രമുള്ള സബ്ജക്ട്സാണ് നമ്മൾ ഈ കണ്ടത്. അങ്ങനെ നാം ആർക്കിയോളജി ആൻഡ് ആന്ത്രോപോളജി മ്യൂസിയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് അവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് കാണാം. വരൂ. ഇത് ആർക്കിയോളജി ആൻഡ് ആന്ത്രോപോളജി മ്യൂസിയത്തിനകത്താണ്. ഇവിടെ നമ്മൾ കാണുന്നത്
ഓൾഡ് സ്റ്റോൺ ഏജ് മുതൽ മിഡീവൽ മോഡേൺ സ്റ്റേജ് വരെ മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളാണ്, എക്സ്കവേറ്റ് ചെയ്തെടുത്ത അവശിഷ്ടങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉള്ള ഗ്രേറ്റ് ബാത്തില്ലേ, ആ ഗ്രേറ്റ് ബാത്തിൻ്റെ നമ്മുടെ ഹിസ്റ്ററി ബുക്കിലൊക്കെ നമ്മൾ പഠിച്ച ആ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് എക്സ്കവേറ്റ് ചെയ്ത ചരിത്രം. അതുപോലെ ഇവിടെ വരുമ്പോൾ ബുദ്ധിസ്റ്റ് ഇൻ ഇന്ത്യ, നമ്മുടെ സിംഹത്തിൻ്റെ സ്തൂപം സ്തംഭം ഒക്കെ കണ്ടോ. സുവോളജി മ്യൂസിയത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു. തൊട്ട് മുകളിൽ ബ്ലൂ വെയിലിൻ്റെ സ്കെൽറ്റൻ കാണാം. വെൽക്കം ടു ദ മ്യൂസിയം ഓഫ് സുവോളജി. സിറ്റി സയൻസിൻ്റെ ആണ്. ഷാർക്ക് ഷാർക്കിനെ ഉപ്പിലിട്ട് വെച്ചേക്കാം. മറ്റേ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിക്കത്തില്ല, ആണെങ്കിൽ ഇവിടെ ഷാർക്കിനെ ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിക്കും. Tortoise. ക്രോക്കഡൈൽ പുറത്ത് വരുന്നതാണ്. ക്രോക്കഡൈൽ കരയിൽ വന്ന് മുട്ട ഇട്ടിട്ട് എലിഫന്റ് ബേർഡ്, ഡൊമസ്റ്റിക് ചിക്കൻ, കോഴിമുട്ട. ഒരു നീണ്ട മുടിയുള്ള കാട്ടുകോഴിയൊക്കെ ഉണ്ടോ? അതെ, അതിൻ്റെ വാൽ ഇത്ര നീണ്ടിട്ടുണ്ട്. അമേരിക്കൻ ഡിഫറെൻറ്റ് ക്രോക്കഡൈൽസ്. Scorpion, Lucas, did you see the frilled lizard? Where? ഈ സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ശരീരത്തിലും നമ്മുടെ തലയിലും മൃഗങ്ങളുടെ ബോഡിയിലൊക്കെ ഉള്ള പേൻ്റെ ബോഡിയാണ് അവരിവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. ആലോചിച്ച് നോക്കെ, ചെള്ള്, പേൻ, മൂട്ട എല്ലാം ഇതിനകത്തുണ്ട്. പലതരം ബട്ടർഫ്ലൈസ്, പലതരം ഇത് പാറ്റ, വെള്ളപ്പാറ്റ, മഞ്ഞപ്പാറ്റ, ബ്രൗൺ പാറ്റ, സകല പാറ്റകളും ഇവിടെ ഉണ്ട്. പിന്നീട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ബക്സ്, മൂട്ടയുടെ വേറൊരു വണ്ടിൻ്റെ ഇനങ്ങൾ ഇത് മുകളിലുണ്ട്. തേനീച്ച, ഈച്ചകളുടെ വെറൈറ്റി.
കമ്മൽ വെച്ചേക്കുന്ന ട്രൂ ഫ്ലൈസ്, ഈച്ചകളുടെ വെറൈറ്റി ഈച്ചകളാണ്. തുമ്പി, തുമ്പികൾ, പലതരം തുമ്പികൾ. ഇത് മേളിൽ തുമ്പി. വണ്ടുകൾ, പുഴുക്കൽ, ബട്ടർഫ്ലൈസിൻ്റെ മായാലോകം. എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട് നോക്ക്. ഇതേ മുകളിൽ നോക്കെ. ബ്രിട്ടീഷ് ബട്ടർഫ്ലൈസ്. ഇത് വീഡിയോയിൽ കണ്ടത് ഒറിജിനൽ എന്ന് പറയുന്നത് ഒറിജിനൽ സാധനമാണ് അത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കും. ലാർവ അഡൽട്ടായി മാറുന്നു. ഇതാണ് ബട്ടർഫ്ലൈയുടെ ജീവചക്രം. കൊക്കൂൺ, ലാവ, അഡൽട്ട് അല്ലേ? കൊക്കൂൺ, ഇത് ലാവ, ഇത് അഡൽട്ട്. ലാവയല്ല, ലാവ, പ്യൂപ്പ, നെസ്റ്റ്. ഇവിടെ ഉണ്ട് പ്യൂപ്പ. നമ്മുടെ ഡയാന രാജകുമാരിയെ കണ്ടോ? നീണ്ട മൂക്കുള്ള കുരങ്ങൻ, നോയ്സി നോസ്. നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല മങ്കീസൊക്കെ ഉണ്ട്. എന്നാ ഒരുത്തൻ്റെ പേര് നോക്കണേ, അയ്യെന്ന്. അവനെ കണ്ട അങ്ങനെ വിളിക്കും, അയ്യേ. വേറെ ഒരുത്തൻ്റെ പേര് പൊട്ടോ. പൊട്ടോ, വെസ്റ്റ് ആഫ്രിക്കൻ പൊട്ടോ. ലോറസ്, ഗലാങ്ക്, നിപ്പ തോന്നിക്കിടക്കും. എലി റക്ടാലി. സ്കേലി വാക്യൂം ക്ലീനർ വലിച്ചെടുക്കുന്നതാണ് അയാൾ തിന്നുന്നത്. ഉറുമ്പിനെ ഇതുവഴി വലിച്ചെടുത്ത് അതിന്റെ കണ്ണ് ഇവിടെ, ചെവി ഇവിടെ. ആൻറ്റീറ്റർ. സ്ലോത്തിനെ കണ്ടല്ലോ, സ്ലോത്ത്. ഈ ഒരു സാധനത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഷെല്ല് ആംഡിലോ എന്ന് പറയുന്ന ആ മൃഗത്തിന്റെ ആംഡിലോ എന്ന് പറയുന്ന ഈ ജീവിയാണ്. എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ എനിമീസ് വരുമ്പം ഒതുങ്ങാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു അനുഗ്രഹമാണ് അതിന് ഈ ഷെല്ല്. ഏറ്റവും വലിയ ഷെല്ല്. എന്നാൽ അതേ സ്പീഷീസിൻ്റെ അതേ ജീവിയുടെ ഏറ്റവും മൈന്യൂട്ട് പിങ്ക് ഫെയറി ആംഡിലോ. അവിടെ കൂട്ടുകാരെ വരൂ, ഒരു കാര്യം കാണിച്ചു തരാമേ. ഈ ബോക്സ് എന്താണെന്നറിയോ? വളരെ വിലപിടിപ്പുള്ളൊരു ബോക്സാണ്. മിസ്റ്ററി ബോക്സ്. മിസ്റ്ററി ട്രഷർ ബോക്സ്. 1920 സ്ഥാപിതമായ പിറ്റ്സ് ബില്ലീസ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഈ ആളുകളെ ഡീമൊബിലൈസേഷൻ ചെയ്യുമല്ലോ, ആ സമയത്ത് ഇവർക്ക് സാമ്പത്തിക സഹായം ചെയ്യും. അപ്പോൾ ആ പൈസ കൊണ്ട് ഒരു വ്യക്തി തുറന്ന ബേക്കറിയാണിത്. അയാളുടെ 2 മക്കളുണ്ടായിരുന്നു, അവർ അത് പിന്തുടർന്നു. ഇവിടുത്തെ പ്രത്യേകത വരൂ കാണാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ചെൽസെ ബൺ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ചെൽസെ ബൺ നിങ്ങളെ കാണിക്കാൻ കാരണം, ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ ബ്രേക്ക് ടൈമിൽ അവരുടെ ഭക്ഷണം ഇതായിരുന്നു. നമ്മൾ ക്യാൻറ്റീനിൽ ഫാത്തിമ കോളേജിലും SN കോളേജിലൊക്കെ പിന്നെ ക്യാൻറ്റീനിൽ പോയി പപ്സ് കഴിക്കില്ലേ ബ്രേക്ക് ടൈമിൽ, അതുപോലെ. അപ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും നെഹ്റുവിന് കഴിച്ച് കാണാൻ വഴിയില്ല, കാരണം
1920 ഇത് സ്ഥാപിതമായത്. നെഹ്റു ഒക്കെ അതിനു മുമ്പ് പഠിച്ചു കാണും. അപ്പോൾ അവരൊക്കെ കഴിച്ച ബണ്ണാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ചരിത്രപ്രസിദ്ധമായ ചെൽസെ ബൺ. നോക്കട്ടെ, ഒരു പീസ് വാ, അടിപൊളി. റിവർ ക്യാമിൻ്റെ തീരത്ത് സമയം ഇവിടെ 1:45. ഇപ്പോൾ വീതി തെരുവ് കണ്ടോ, നല്ല സജീവമായിട്ടുണ്ട്. വിസിറ്റേഴ്സാണ്. കേംബ്രിഡ്ജ് സിറ്റി ഒരു സിറ്റിയായത്. കേംബ്രിഡ്ജ് സിറ്റി ഫുള്ളായിട്ട് യൂണിവേഴ്സിറ്റി കവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള ഒരു ചരിത്രം ചെറുതായിട്ട് പറയാം. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുറച്ച് സ്റ്റുഡൻസ് റെഫ്യൂജീസ് ആയിട്ട് വന്നു. ഓക്സ്ഫോർഡിൽ നിന്ന് റെഫ്യൂജീസ് ആയിട്ട് വന്നു. അതുകൂടാതെ ഇവിടെ കുറച്ച് കോളേജസ് ഉണ്ട്. കിങ്സ് കോളേജ്, ക്വീൻസ് കോളേജ്, ട്രിനിറ്റി കോളേജ്, അങ്ങനെ ഈ സ്കോളേഴ്സും റെഫ്യൂജീസും കാരണമാണ് ഈ യൂണിവേഴ്സിറ്റി ഇത്രയും വിപുലമാകാൻ ഇടയായത്. ഈ കെട്ടിടങ്ങളെല്ലാം ഓരോ കോളേജിൻ്റെ കെട്ടിടങ്ങളാണ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പല രാജ്യങ്ങളിലെ മനുഷ്യരെ ഇവിടെ കാണാം. ഇത് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഗായ്സ്, ഈ നദി കണ്ടോ? ഇത് കേംബ്രിഡ്ജിൻ്റെ സ്വന്തം നദിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ക്യാം റിവർ എന്നാണ്. ബോട്ട് റൈഡിങ് നടത്താം. ഞങ്ങൾ പോയില്ല, കണ്ടാസ്വദിക്കുക. ഇന്നലെ നമ്മൾ സെവൻ ബോട്ടിൽ കൂടെ പോയി. ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിൻ്റെ പേര് മാത്തമാറ്റിക്സ് ബ്രിഡ്ജ് എന്നാണ്. കാരണം എന്താണെന്നറിയോ? നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ? ഓവൽ ഷേപ്പാണ്. അതും നമ്മൾ ഈ റിവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു ആകൃതി വരും. അതിനാണ് അതിനെ പാവം മാത്തമാറ്റിക്കൽ ബ്രിഡ്ജ് എന്നൊരു പേരും കൊടുത്ത് ഈ ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ വേണ്ടി വെച്ചേക്കും. റിഫ്ലക്ഷൻ കാണാം അവിടെ. ഗൈസ്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്യാമറകൾ കാണണമെങ്കിൽ കണ്ടോളൂ. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ആണ് ഇവിടെ വെച്ചിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഡ്രോൺ വരെ ഉണ്ട്. പഴയ ക്യാമറ മുതൽ ഇപ്പോഴത്തെ ഡ്രോൺ വരെ ഉണ്ട്.